സർ, ഈ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുറച്ച് പോരാളികളുണ്ട്. അവരുടെ ഒരു സജീവമായ ഇടപെടൽ ഇപ്പോൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്നെങ്ങാനും ഈ ബലൂചിസ്ഥാൻ ഒരു പുതിയ സ്വതന്ത്ര രാജ്യമായി വരുമോ? ഒരു സംശയമാണ്. സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ആധുനികമായ രീതിയിലാണ് ബലൂചിസ്ഥാൻ പോരാളികൾ, ബലൂചിസ്ഥാൻ ഈ വിമോചന മുന്നണി അവരുടെയൊക്കെ മുന്നോട്ട് പോക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് 25 മുതൽ ബലൂചിസ്ഥാനിലെ ഈ സ്വാതന്ത്ര്യ പോരാട്ടം വഴിത്തിരിവിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പോരാളികൾ, ഈ ബലൂചിസ്ഥാൻ്റെ ഈ സ്ത്രീ ഫിദായീനുകൾ, ചാവേറുകൾ ധാരാളമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇത് പുരുഷന്മാരുടെ മാത്രം പോരാട്ടമല്ല. അതായത് ഓഗസ്റ്റ് 25 പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ നടന്ന പാകിസ്ഥാൻ്റെ ഭേല സൈനിക താവളത്തിൽ, പട്ടാള ക്യാമ്പിൽ നടന്ന ഈ ബലൂചിസ്ഥാൻ്റെ വിമോചന മുന്നണി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA, അവരുടെ പോരാട്ടത്തിൽ പ്രധാനമായിട്ടും മുമ്പിൽ നിന്നത് ഒരു പെൺകുട്ടിയാണ്. ഫിദായി, മറ്റേ മഹൽ ബലൂച്ച് എന്നാണ് അവരുടെ പേര്. സിത്താൻ കുർദ് എന്നും പേരുണ്ട്. മഹൽ ബലോച്ച് അവരാണ് അതിൻ്റെ മുമ്പിൽ നിന്നത്. അവരുടെ കൂടെ റിസ്വാൻ ബലൂച്ച് എന്ന് പറഞ്ഞ പയ്യനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ സൈനിക താവളം ആക്രമിക്കാനായിട്ട് മുമ്പിൽ നിന്നത്. അത് ഇങ്ങനെ അത് തോക്കുമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഗറില്ല പോലുള്ള ഒരു സ്ത്രീ. അതൊരു വലിയ മാറ്റമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബലൂചിസ്ഥാൻ പോരാട്ടത്തിൽ. ഇവർ രണ്ടുപേരും കൂടി ഈ ബേല സൈനിക താവളം ആക്രമിച്ചതിനെ തുടർന്ന് ഒരു പരമ്പര ആക്രമണങ്ങൾ ബലൂചിസ്ഥാനിലുണ്ടായി. ഒരു കരിമരുന്നിന് തീയൊക്കെ കൊടുക്കുന്നത് പോലത്തെ ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങോട്ട് ആളിപ്പടർന്നു. ഈ ഇത്രയും പേര് അതിൻ്റെ അകത്ത് കൊന്നിട്ട് 10-60 പേര് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു സൈനിക ക്യാമ്പിൽ എന്നാണ് വിവരം. ഈ നടപടി ഉണ്ടല്ലോ, ഇപ്പൊ ബലൂചിസ്ഥാൻ ഓഗസ്റ്റ് 25 ബലൂചിസ്ഥാൻ പോരാളികൾ തുടങ്ങിയിരിക്കുന്ന ഈ നീക്കം, വിമോചന നീക്കത്തിൻ്റെ പേര് ഓപ്പറേഷൻ ഹെറോഫ് എന്നാണ്. ഹെറോഫ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്. അപ്പോൾ അതൊരു കൊടുങ്കാറ്റായി തീരാൻ പോവുകയാണ്. ഈ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം പാകിസ്ഥാൻ്റെ അകത്ത്, അവിടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രവിശ്യയും പക്ഷെ ദരിദ്രവുമായ ഒരു സ്ഥലത്ത്, വലിയ പ്രവിശ്യ പക്ഷെ ദരിദ്രം, എന്നാൽ ചൈനയുടെ വലിയ സാന്നിധ്യം അതിൻ്റെ അകത്ത് ഉണ്ട്. കാരണം ഗ്വാദാർ തുറമുഖം ചൈനയ്ക്ക് പാട്ടത്തിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ബലൂചിസ്ഥാനിലാണ്. അതുകൊണ്ട് ചൈനയുടെ എഞ്ചിനീയർമാരും ഒക്കെ ധാരാളം ഉണ്ട്, അവരെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ പോരാട്ടത്തിലൊരു പുതിയ അധ്യായം തുടങ്ങിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്കത് വേണ്ടല്ലോ. അപ്പോൾ ധാരാളം പട്ടാളക്കാർ ഇതിനകം ഇവർ ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞു, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 2022 മുതൽ ഈ ബലൂചിസ്ഥാൻ്റെ ഈ ലിബറേഷൻ ആർമി വളരെ മാറിയിട്ടുണ്ട്. ഈ പട്ടാള ചിട്ടയും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള പല ഭടന്മാരും മുമ്പ് പാകിസ്ഥാൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ പോയി ഈ പട്ടാളത്തിലൊക്കെ ചേർന്ന് പിന്നെ ഈ പട്ടാളത്തിൽ നിൽക്കേണ്ട, നമ്മുടെ വിമോചന പോരാട്ടത്തിൽ പങ്കാളികളാകാം എന്ന് പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന്, അപ്പോൾ അവർക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും കഴിയും. അതാണ് മാറ്റം. അപ്പോൾ 2022 ഇതുപോലെ തന്നെ ഒരു സ്ത്രീ ഗറില്ല, ഷാരി ബലൂച്ച്, അവർ കറാച്ചി സർവകലാശാലയിലെ കൺഫ്യൂഷ്യസ് സെൻറ്റർ ആക്രമിച്ചു. 3 ചൈനക്കാർ കൊല്ലപ്പെട്ടു. കൺഫ്യൂഷ്യസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷ്യസ് ചൈനയിലെ പഴയ ഫിലോസഫറാണല്ലോ, തത്വചിന്തകൻ. അപ്പോൾ ഇവിടെയൊക്കെ പലരുടെയും പേരിലൊക്കെ ചെയർ ഏർപ്പെടുത്താറൊക്കെ ഉണ്ട്. MG യൂണിവേഴ്സിറ്റിയിലും മറ്റേ ചാണ്ടി ചെയറെന്നോ എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ
കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ ചൈനക്കാർ ഏർപ്പെടുത്തിയതാണ് കൺഫ്യൂഷ്യസ് സെൻറ്റർ. അപ്പോൾ ചൈനക്കാരോട് താല്പര്യമില്ലല്ലോ ബലൂചിസ്ഥാൻകാർക്ക്, ചൈനക്കാരെ ഓടിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ ഈ കൺഫ്യൂഷ്യസ് സെൻറ്റർ ആക്രമിച്ചു, അവിടെ 3 ചൈനക്കാർ കൊല്ലപ്പെട്ടു. അതൊരു സ്ത്രീ ഫിദായി ആയിരുന്നു ആ ആക്രമണം നടത്തിയത്. 2023 ഇതുപോലെ വേറൊരു സ്ത്രീ ഫിദായി ചാവേർ ബോംബുമായിട്ടാണ് ഇവർ പോകുന്നത്. ഇവർ പിന്നെ ഉണ്ടാവില്ല. സുമയ്യ കലത്രാണി ബലോച്ച് എന്നാണ് പേര്. ആ ചാവേർ ബോംബർ തുർബത്തിലൊരു പാക് കോൺവോയ്, പാക് വ്യൂഹം ഉണ്ടല്ലോ, സൈനിക വ്യൂഹം, അതിൻ്റെ നേരെ ഈ ബോംബുമായിട്ട് ചെന്ന് ചാവേർ ആക്രമണം നടത്തി. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. ഏത് പോരാട്ടത്തിലും അത് പ്രധാനമാണല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയെ കാണുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ ഇതൊരു ചാവേർ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അത് വലിയ മാറ്റം ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ പരിശീലനമൊക്കെ ഇവരിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്, എവിടം വരെ പോവും എന്നൊക്കെ മനസ്സിലാക്കി ഈ വിമോചന പോരാളികൾക്ക് അറിയാം. ഈ ഹെറോഫിലെ സംഗത് തയ്യീബ്, ഹെറോഫിലെ സംഗത് തയ്യീബ് എന്ന് പറഞ്ഞ ആൾ ഉദാഹരണത്തിന് വിമോചന പോരാളി, അങ്ങേര് പാകിസ്ഥാൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം 2023 അങ്ങേര് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഒരു ചാവേർ ബ്രിഗേഡ് ഉണ്ട്, മജീദ് ബ്രിഗേഡ് എന്നാണ് പേര്. അതിൽ അംഗമായിട്ട് ചേർന്നു ഈ വിമോചന പോരാട്ടം നടത്തുന്നത്. ഈ നവാബ് അക്ബർ ബുക്തി എന്ന് പറഞ്ഞൊരാളുണ്ട്. ബുക്തി ഗോത്രങ്ങളുടെയൊക്കെ തലവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 18ാം ചരമദിനമായിരുന്നു ഈ പറഞ്ഞ ഓഗസ്റ്റ് 25. ഈ ഓപ്പറേഷൻ ഹെറോഫ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ചുഴലിക്കാറ്റ്. ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ബേല പട്ടാള ക്യാമ്പിൽ പോയിട്ട് ആ സ്ത്രീ ഗറില്ലയും മറ്റേ കൂടെ ഉണ്ടായിരുന്ന പോരാളിയും ചെയ്യുന്നത് നമ്മൾ IED ബ്ലാസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് BBIED ബ്ലാസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ബോൺ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നാണ്. വാഹനത്തിൽ ഇത് സ്ഫോടകം ഒളിപ്പിച്ചിട്ടാണ് ഈ താവളത്തിലേക്ക് ഓടിച്ച് കയറുകയാണ്. അപ്പോൾ പൊട്ടുകയാണ്, അവരും മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷൻ ഹെറോഫ്, അപ്പോൾ ഈ ബുക്തി ഇവരുടെയൊക്കെ വിമോചന പോരാട്ടത്തിൻ്റെയൊക്കെ നേതാവ് 18 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിലാണ് ഈ പുതിയ ഓപ്പറേഷൻ ഹെറോഫ് തുടങ്ങിയിരിക്കുന്നത്. ഈ അക്ബർ ബുക്തി എന്ന് പറഞ്ഞ വിമോചന പോരാളി ഉണ്ടല്ലോ, നേതാവ് ബലൂചിസ്ഥാൻ, അങ്ങേരെ പർവേസ് മുഷറഫ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങേരുടെ ഉത്തരവ് അനുസരിച്ചിട്ട് കൊല്ലുകയായിരുന്നു പാകിസ്ഥാൻ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ഹെറോഫ് 25 തുടങ്ങി. എന്നിട്ടിപ്പോൾ ആ പട്ടാള ക്യാമ്പിൽ കയറി ആക്രമിച്ചു. ഇപ്പോൾ അതിന് കമാൻഡർ ഗൂസ് ബലോച്ച് സിംലാനി, താലിബ് എന്നും വിളിക്കും. താലിബ് എന്ന് വിളിക്കുന്ന ഗൂസ് ബക്ഷ് സിംലാനിയാണ് ഇപ്പോൾ ഇതിൻ്റെ നേതാവ്, ബലൂചിസ്ഥാൻ വിമോചന പോരാളികളുടെ. 2019 മുതൽ അദ്ദേഹമാണ് മുകളിൽ. അങ്ങേര് ഈ വിമോചന പോരാളിയായിരുന്ന മേഷദാർ സിംലാനിയുടെ മകനാണ്. ഈ മേഷദാർ സിംലാനി എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ അച്ഛൻ, ഇപ്പോഴത്തെ തലവൻ്റെ അച്ഛൻ 2022 ഇതുപോലെ പട്ടാളത്തിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ചു വന്നതാണ്. ഇവർക്ക് ഈ വിമോചന പോരാളികൾക്ക് ഫത്ത സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അവരുടെ ജോലിയാണ് ഈ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ബേല ക്യാമ്പിലേക്ക് ഈ സ്ത്രീ ഗറില്ലയും വേറൊരാളും കയറുമ്പോൾ പട്ടാളം വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇരച്ച് വരാതിരിക്കാൻ വേണ്ടി ചുറ്റുമുള്ള റോഡുകളൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തിരുന്നു. ശരിക്കും ഒരു യുദ്ധം നടത്തുന്നത് പോലെയാണ് ചെയ്യുന്നത്. അതിന് ഫത്ത സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ക്വാഡ് ഉണ്ട്. 22 പട്ടാളക്കാർ ഇവർ ബന്ധുക്കളായി പിടിക്കുകയും ചെയ്തു. 20 മണിക്കൂർ ഈ പട്ടാളത്താവളം ബലൂചിസ്ഥാൻ പോരാളികളുടെ കൈവശമായിരുന്നു. 68 പട്ടാളക്കാരെ കൊന്നു, ചുറ്റുപാടും ബ്ലോക്ക് ചെയ്തു. ഹോട്ടാബാദിൽ ഇവർ 5 പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നു.
ശരാശരി സോറി ഖരാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ചുങ്കപ്പുര ടോൾ പ്ലാസ അത് ഇവർ പിടിച്ചു. മറ്റേ വിമോചന പോരാളികൾ ബലൂച്ച് 15 പട്ടാളക്കാരെ അവിടെ കൊന്നു. ബോലൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് 16 പട്ടാളക്കാരിൽ നിന്ന് ആയുധം പിടിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ റെയിൽവേ ട്രാക്കുകൾ തകർത്തു ബോലാനിൽ. ഈ ഓഗസ്റ്റ് 26 ഇവർ ഒരു സന്ദേശം പരസ്യമാക്കി, ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ. അതിൽ പറഞ്ഞു, ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള സന്ദേശമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിയത്, സന്ദേശമാണ് ഇപ്പോൾ നൽകിയത് ആ പട്ടാള ക്യാമ്പിൻ്റെ ആക്രമണം. നിങ്ങൾ ബലൂചിസ്ഥാൻ വിടുക. ഇതാണ് കൃത്യമായൊരു സന്ദേശമാണ് അല്ലേ? അപ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഈ ധാതുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതിവാദങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പ്രകൃതി വിഭവങ്ങൾ വളരെ സമ്പന്നമായൊരു സ്ഥലമാണ്. അത് ഇവർ കൊള്ളയടിക്കുകയാണെന്നാണ് പറയുന്നത്. അത് കൊള്ളയടിക്കാനാണ് ചൈന അവിടെ വന്നിരിക്കുന്നത്. അല്ല, പാകിസ്ഥാനും അത് കൊള്ളയടിക്കുകയാണെന്നല്ലേ ഈ ബലൂചിസ്ഥാൻ ആർമി ഈ എന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന പോരാളികൾ പറയുന്നത്. അത് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ കുത്തുവാള എടുത്തിട്ട് ചൈനയിൽ നിന്ന് കടമൊക്കെ മേടിച്ചിരിക്കുകയാണല്ലോ. അതെ, ചൈന ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ പോയിട്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പണിയുമല്ലോ, പാലം, റോഡ്, തീവണ്ടിപ്പാതയൊക്കെ. അപ്പോൾ അത് 99 കൊല്ലത്തെ പാട്ടമൊക്കെ ആയിരിക്കും. ഈ മാസമുള്ള ഇതിൻ്റെ അടവൊന്നും അടയ്ക്കാനുണ്ടാവില്ല, കടത്തിലാവും. അങ്ങനെ പാകിസ്ഥാൻ ഈ ഖനികളുണ്ടല്ലോ, സ്വർണം, ചെമ്പ്, ഗോൾഡ് ആൻഡ് കോപ്പർ മൈൻസ്, അതൊക്കെ പണയത്തിനും പാട്ടത്തിനും ചൈനയ്ക്ക് കൊടുത്തിട്ട് ചൈനയുടെ ജോലിക്കാരാണ് ബലൂചിസ്ഥാനിൽ വന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ട് മൈനിങ്. കഴിഞ്ഞ മാസം മറ്റോ 5 എഞ്ചിനീയർമാരെ അവർ വണ്ടിയിൽ നിന്ന് ഇറക്കി, ബസ്സിൽ നിന്ന് ഇറക്കി കൊന്നു. ഇപ്പൊ അവിടെ പണിയൊന്നും നടക്കുന്നില്ല. ചൈനക്കാർക്ക് ഇപ്പൊ അവിടെ പരിപാടിയൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇതൊരു വഴിത്തിരിവിലാണ് ഈ ബലൂചിസ്ഥാനിലെ വിമോചന പോരാട്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.